സീറ്റ് വിഭജനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആറ്റിങ്ങലിനെ ചൊല്ലി എൻഡിഎയിൽ കൂട്ടയടി. ആറ്റിങ്ങൽ വിടില്ലെന്ന ബിജെപി കിട്ടിയ തീരുവെന്ന ബിഡിജെഎസും. എൻഡിഎയിൽ തർക്കം കൊഴുക്കുമ്പോഴും ഈ സീറ്റ് കണ്ണുനട്ട് നേതാക്കളും രംഗത്തുണ്ട്. ഇക്കുറി വിജയിച്ചു കയറാൻ കഴിയുന്ന സീറ്റായാണ് ആറ്റിങ്ങലിനെ ബിജെപി കരുതുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും അവർ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് ബിഡിജെഎസ്. തങ്ങൾക്ക് ഏറെ പേരുള്ള മണ്ഡലമാണിതെന്നാണ് അവരുടെ അവകാശവാദം. SNDPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. വോട്ടർമാർ ഭൂരിഭാഗവും ഈഴവ സമുദായാംഗങ്ങളുമാണ്. ഇത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന ചിന്തയിലാണ് ബിഡിജെഎസിനുള്ളത്. അതുകൊണ്ട് ആറ്റിങ്ങൽ സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബിഡിജെഎസ്. സീറ്റ് ലഭിച്ചാൽ ബിഡിജെഎസിന്റെ എല്ലാമായ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആറ്റിങ്ങൽ മണ്ഡലമാണെങ്കിൽ അതിൽ അദ്ദേഹം മാറ്റം വരുത്തിയേക്കും. വിജയിച്ചു കയറുകയും വീണ്ടും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന കണക്കുകൂട്ടലും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ആറ്റിങ്ങൽ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് BJPയുടെ നിലപാട്. ബിഡിജെഎസിന്റെ കൂടി പിന്തുണയോടെ ആ സീറ്റ് വിജയിച്ച് കയറാമെന്നാണ് BJPയുടെയും കണക്കുകൂട്ടൽ. അതിനായി വെള്ളാപ്പള്ളി നടേശന് കൂടി താൽപ്പര്യമുള്ള മുൻ DGP സെൻകുമാറിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനും BJP ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് സെൻകുമാറിന് പോലീസ് മേധാവി സ്ഥാനം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെള്ളാപ്പള്ളിക്കും മറ്റും പ്രിയങ്കരനാണെന്ന് BJP കരുതുന്നു. മാത്രമല്ല ഈഴവ സമുദായാംഗവും കൂടിയായ അദ്ദേഹം നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണെന്നും അവർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറേ നാളായി BJP പ്രത്യേകം ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രവർത്തകരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുക വരെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ശിവഗിരിയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് പല വാഗ്ദാനങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ആ മണ്ഡലം പിടിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ്. ശബരിമല വിഷയവും കൂടി സജീവമായി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. തർക്കമുണ്ടാക്കാതെ ബിഡിജെഎസ് ഒപ്പം നിന്നാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് അവർ വിലയിരുത്തുന്നത്. എന്നാൽ തങ്ങളുടെ ശക്തിയിൽ BJP അക്കൗണ്ട് തുറക്കണ്ട എന്ന നിലപാടിലാണ് ബിഡിജെഎസ്. തങ്ങൾക്കാണ് മണ്ഡലത്തിൽ ഏറെ ശക്തിയുള്ളത്. ആ ശക്തി തങ്ങൾക്കാണ് ഉപകരിക്കേണ്ടത്. അതിന് BJP പിന്തുണ നൽകുകയാണ് വേണ്ടത്. ബിഡിജെഎസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യുമെന്ന് കരുതാനുമാകില്ല. ആ സാഹചര്യത്തിൽ വിജയിച്ചു കയറാമെന്ന് ഉറപ്പുള്ള മണ്ഡലം വാശിയുടെ പേരിൽ നഷ്ടപ്പെടുത്തരുതെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. NDA വളരെ ശ്രദ്ധയോടെ മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇടതുമുന്നണിക്ക് ഒരു കുലുക്കവുമില്ല. വെറും സാമുദായിക അടിസ്ഥാനത്തിലല്ല ആറ്റിങ്ങൽ മണ്ഡലത്തെ കാണേണ്ടതെന്നാണ് അവരുടെ നിലപാട്. കേരളത്തിൽ രാഷ്ട്രീയമായി മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അതിനെ വെറും സാമുദായികമാക്കി മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് NDAയും UDFും ശ്രമിക്കുന്നത്. മത്സരം രാഷ്ട്രീയത്തിൽ നിന്നും സാമുദായികമായി മാറുമ്പോൾ മാത്രമേ ഇവിടെ കണക്കുകൂട്ടലുകൾ വിജയിക്കുകയുള്ളൂ. രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ തങ്ങളെ പരാജയപ്പെടുത്താൻ ഇത്തരം ശക്തികൾക്ക് കഴിയില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇവിടെ രാഷ്ട്രീയ മത്സരത്തിന് തന്നെ വഴിയൊരുക്കും എന്നാണ് CPMന്റെ നിലപാട്. CPMന് ഏറെ അടിത്തറയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ കുറേ കാലമായി ആ അടിത്തറ ഇളക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. തൊഴിലാളികളും അതുപോലെയുള്ള വിഭാഗങ്ങളും കൂടുതലുള്ള മണ്ഡലമാണിത്. അതുതന്നെയാണ് അവരുടെ നേട്ടവും. അതുകൊണ്ട് തന്നെ ഇക്കുറി ആറ്റിങ്ങലിൽ തീപാറും എന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.